I speak in the name of the Father and of the Son and of the Holy Spirit. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇന്നത്തെ വചന ധ്യാനം നടത്തുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു. We will find our first scripture reading from the book of Acts, chapter 2, from verse 1 to 5, and Reverend George will read for us. ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, അതിൽ പ്രധാനമായിട്ട് ആദ്യത്തെ 4 വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ചു കൊള്ളട്ടെ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യ ഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. Our theme says, "Come, Holy Spirit, heal and transform your church." പരിശുദ്ധാത്മാവേ വരിക, ഞങ്ങളുടെ സഭയെ സൗഖ്യമാക്കുക, രൂപാന്തരപ്പെടുത്തുക എന്നുള്ള വിഷയത്തിനാണ് ഞാൻ ഊന്നൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. God the Father, പിതാവായ ദൈവം, who is known because he created everything, സൃഷ്ടിപ്പിൽ നടത്തുന്നതായ പിതാവായ ദൈവം, and God the Son, പുത്രനായ ദൈവം, who came to save us, നമ്മെ രക്ഷിപ്പാൻ തക്കവണ്ണം ഈ ലോകത്തിലേക്ക് വന്ന ദൈവത്തിന്റെ ആളത്വം, and then God the Spirit, എന്ന ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, which keeps God present in us. ദൈവത്തിന്റെ ആ ഒരു സാന്നിധ്യത്തെ ഇന്ന് നമ്മുടെ മധ്യേ നിലനിർത്തുന്നത് ഈ പരിശുദ്ധാത്മാവ് എന്ന ആളത്വമാണ്. No matter where we are in the world, നമ്മൾ ലോകത്തിന്റെ ഏതു ഭാഗത്തായിരുന്നാലും we can say we have God with us, ദൈവം നമ്മളോട് കൂടെ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. because through the Spirit God is with us. പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമ്മോടൊപ്പമായിരിക്കുന്നു. Through the Spirit God is here. പരിശുദ്ധാത്മാവിൽ ദൈവം ഇപ്പോൾ ഇവിടെ നമ്മുടെ മധ്യേ ഉണ്ട്. Through the Spirit God is in the rest of India. ഈ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും ഇപ്പോൾ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. Through the Spirit God is in Africa right now. ഈ പരിശുദ്ധാത്മാവിലൂടെ ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ആഫ്രിക്കൻ രാജ്യങ്ങളിലുമുണ്ട്. Because God is not confined by time and space because of the Spirit. സ്ഥലകാല പരിമിതിക്കുള്ളിൽ നമുക്ക് ദൈവത്തെ ഒതുക്കുവാനായിട്ട് സാധിക്കത്തില്ലല്ലോ. God is here. ദൈവം എവിടെയുണ്ട്? എല്ലായിടത്തുമുണ്ട്. It is therefore not surprising അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ കേൾക്കുന്നത് ആശ്ചര്യമായി തോന്നുകയില്ല. that as we have this very big convention, ഈ ഒരു മഹായോഗത്തിൽ, and sometimes we are over 100,000. ഇതോടൊപ്പം തന്നെ ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും ഇതുപോലെയുള്ള മഹായോഗങ്ങളും കൺവെൻഷനും കൂട്ടായ്മകളും ഒക്കെ നടക്കുന്നുണ്ട്. And there are prayers and seminars and conventions going on out there in the world. പ്രാർത്ഥനകളും ചർച്ചാ സമ്മേളനങ്ങളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പലയിടത്തായിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. But all people feel the presence of God. അവിടെ എല്ലാം സർവ്വജനങ്ങളും ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. Because God is there through God's Spirit. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധാത്മാവിലൂടെ ദൈവ സാന്നിധ്യം അവരുടെ മധ്യേ ഉള്ളതുകൊണ്ടാണ്. The Methodist hymn says the following. മെത്തഡിസ്റ്റിൽ പാടിയിരിക്കുന്ന ഒരു പാട്ട് ഇപ്രകാരമുണ്ട്. അവരുടെ സഭയിൽ പാടുന്ന ഒരു പാട്ട്. Oh God, you are everywhere. ദൈവമേ, നീ എല്ലായിടത്തും സർവ്വവ്യാപിയാണല്ലോ. You have no beginning. നിനക്ക് ആദിയില്ലല്ലോ. You have no end. നിനക്ക് അന്തമില്ലല്ലോ. You are where and everywhere all time. നീ സർവ്വവ്യാപിയാണല്ലോ, എല്ലായ്പ്പോഴും എല്ലായിടത്തും ഉള്ളവനാണല്ലോ. Because of the Holy Spirit. എന്തുകൊണ്ടെന്നാൽ അത് പരിശുദ്ധാത്മാവിനാലാണ് For സാധ്യമാകുന്നത്. us in the church, നമ്മുടെ സഭയില് it does not become difficult to comprehend the Holy Spirit. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം മനസ്സിലാക്കുവാനായിട്ട് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. That's why we don't see the Holy Spirit just as a human being. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ വലിയ ഒരു മാനുഷികമായ ഒരു സങ്കല്പങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കാത്തത്. But as a dynamic force. എന്നാൽ ഇത് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ കാണേണ്ടത്. So that is everywhere all the time. അതുകൊണ്ട് എല്ലായ്പ്പോഴും എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന പരിശുദ്ധാത്മ സാന്നിധ്യം. For the sake of healing of a world and a church that needs healing. നമ്മുടെ സഭയുടെ
ഈ സൗഖ്യത്തിനായിട്ട് ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എല്ലായിടത്തും നമ്മൾ അനുഭവിച്ചേ മതിയാകൂ. Even the church needs healing. ഈ സഭകൾക്ക് ഇന്ന് വലിയൊരു സൗഖ്യം ആവശ്യമാണ്. The African continent ആഫ്രിക്കൻ ഭൂഖണ്ഡം is the most religious nation. ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ മതബോധമുള്ള ജനങ്ങളുള്ള സ്ഥലമാണ്. We continue to be more religious and more Christian when the European world becomes secular. പാശ്ചാത്യ ലോകം ഭൗതികതയിലേക്ക് തിരിഞ്ഞപ്പോൾ ആഫ്രിക്കയിലുള്ള സഭകള് കൂടുതൽ മതാത്മകതയിലേക്ക് തിരിഞ്ഞു. In South Africa, about 90% of the population ദക്ഷിണാഫ്രിക്കയിൽ 90% ആളുകള് profess to be religious. അവര് മതാത്മകതയുടെ ഭാഗമാണ്. 72% അതിൽ 72% profess to be Christians. ക്രിസ്ത്യാനികൾ തന്നെയാണ്. However, in spite of our deep religiousness, നമ്മുടെ ഈ മതാത്മകതയുടെ ആഴമായ മതചിന്തകളുടെ ഭാഗം നമ്മളിൽ ഉണ്ടെങ്കിൽ തന്നെയും we continue to be the poorest continent in the world. ലോകത്തിലേക്കും ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു ഭൂഖണ്ഡമായി ഞങ്ങളുടെ ദക്ഷിണാഫ്രിക്ക പ്രത്യേകിച്ച് തീർന്നിരിക്കുന്നു. We have the most badly run governments in the world. ഭരണാധികാരികൾക്ക് വേണ്ട പ്രജ്ഞയില്ലാത്ത ഭരണാധികാരികളാണ് അവിടെ ഉള്ളത്. We have more wars and coup d'etats than any other part of the world. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളെക്കാൾ കൂടുതൽ യുദ്ധങ്ങളും വംശീയ കലാപങ്ങളും നടക്കുന്ന ഒരു സ്ഥലമാണിത്. The question could be how our religiosity is helping us to face these calamities. ഇതുപോലെയുള്ളതായുള്ള പ്രശ്നങ്ങളെ നേരിടുവാൻ തക്കവണ്ണം നമ്മുടെ മതബോധം എന്തുമാത്രം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. Then the question can put in another critical way. മറ്റൊരു വിമർശനാത്മകമായ രീതിയിൽ ഞാൻ ഈ ചോദ്യത്തെ അവതരിപ്പിക്കട്ടെ. Are we so religious because we are suffering so much, or are we suffering so much because we are so religious? നമ്മൾ അതീവ കഷ്ടത അനുഭവിക്കുന്നത് കൊണ്ടാണോ നമ്മൾ മതാത്മകതയുടെ ഭാഗമായി തീരുന്നത്, അതോ മതാത്മകതയുടെ ഭാഗമായി തീർന്നത് കൊണ്ടാണോ നമ്മൾ ബലഹീനരായി തീർന്നത്? Why is it that the fact that we are so religious does not seem to help us deal with our social issues? നമ്മുടെ അതീവ മതാത്മകത എന്ന് പറയുന്നത് ഒരു രീതിയിലും സാമൂഹ്യമായിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങളെ നേരിടുവാൻ സഹായകരമായി തീരുന്നില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. These are the questions that haunt me all the time. ഈ ഒരു ചോദ്യമാണ് എന്നെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്ന ചോദ്യം. Somehow I tend to think that maybe these are the questions that you may be having here in India. ഇന്ത്യയിലും ഇതേ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമ്മൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. That is why maybe we are gathered here today to seek for the Holy Spirit. അതീവ മതബോധമുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷം വരെയും നമ്മളെല്ലാം ഈ പന്തലിന്റെ കീഴിൽ ഇവിടെ ഒരുമിച്ച് വചനം കേൾപ്പാൻ തക്കവണ്ണം കൂടിയിരിക്കുന്നത്. Because we are a people who relate to God. നമ്മുടേതായ രീതിയിൽ ദൈവവുമായി ബന്ധപ്പെടുവാൻ നമ്മൾ ശ്രമിക്കുന്നു. And the Bible tells us that the Spirit blows where it wills. ആത്മാവ് ഇഷ്ടമുള്ളയിടത്ത് ഊതുന്നു എന്നത്രേ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. And then I also myself is the Holy Spirit that I see that may be blowing towards India. ഇന്ത്യയുടെ ഭാരതത്തിലേക്കും ഈ പരിശുദ്ധാത്മാവ് പ്രവഹിക്കുന്നു, അത് ഈ ഭാരതത്തിലേക്കും അത് ഊതപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. So that it can bring new life and transformation. അതാണ് നമുക്ക് ജീവൻ തരുന്നത്, നമുക്ക് രൂപാന്തരം തരുന്നത്. Oh my friends, today I'm not here to entertain you with a soothing message. നിങ്ങൾക്ക് ഊഷ്മളമായ ഒരു വചനം തന്ന് നിങ്ങളെ പറഞ്ഞയപ്പാനല്ല ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. I am here to ask you to journey with me as I seek to explore hard questions about our faith. ഈ സംഗതമായ ചോദ്യത്തെ നേരിടുവാനായിട്ട് ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നോടുകൂടെ നിങ്ങളും ആ ബന്ധപ്പാടിന്റെ പങ്കാളികളായി തീരണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Mahatma Gandhi, that great Indian leader who once stayed in South Africa, നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്ക ദക്ഷിണാഫ്രിക്കയിലായിരുന്നപ്പോൾ once included Christianity to be one of the good religions that can help people to better themselves. നമുക്ക് അനുകരിപ്പാനായിട്ട് ഏറ്റവും യോഗ്യമായ ഒരു മതമായിട്ട് ക്രിസ്തു മതത്തെ എടുത്തു കാണിച്ചു. അത് നമ്മളിൽ ഉണ്ടാക്കുന്ന രൂപാന്തരത്തിന്റെ അനുഭവങ്ങളെ അദ്ദേഹം കൂടുതൽ ഊന്നി പറയുകയും ചെയ്തു. So I'm going to make these few points, then bring this sermon into a closure. ഇത് ചില കാര്യങ്ങൾ കൂടെ ഞാൻ പറഞ്ഞതിന് ശേഷം
എൻ്റെ ദൂതനെ ഞാൻ അവസാനിപ്പിക്കാം. The Holy Spirit is among us. പരിശുദ്ധാത്മാവ് നമ്മോട് ഒപ്പമുണ്ട്. The Holy Spirit is here. ഇവിടെ ഈ നിമിഷം പരിശുദ്ധാത്മ സാന്നിധ്യം നമ്മോടൊപ്പമുണ്ട്. The Holy Spirit is working in us. നമ്മളിൽ ഈ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. What we need to do is to experience and realize the presence of the Spirit. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം തിരിച്ച് അറിയുകയും അനുഭവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്. Our call is to help the world to realize the presence of the Holy Spirit. ലോകം മുഴുവനും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും അതിലൂടെ ഉണ്ടാകുന്ന രൂപാന്തരവും അറിയുവാൻ തക്കവണ്ണം നമ്മിലൂടെ ഇടയായിട്ട് തീരണം. In my early days in the ministry, I was once stationed in a poor community. എൻ്റെ ശുശ്രൂഷയുടെ ആരംഭകാലത്ത് വളരെ പാപം പിടിച്ച ജനങ്ങളുടെ ഇടയിലാണ് എൻ്റെ ശുശ്രൂഷ ആരംഭിക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത്. And we worked with my leaders of the church and came up with a mission statement that's going to guide our work in that community. അവിടെ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പ്രവർത്തനത്തിന് സഹായകരമായ രീതിയിൽ നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു ചെറിയ മുദ്രാവാക്യം ഞങ്ങൾ ഉണ്ടാക്കി. We were so proud of this statement and we loved it. ഈ പ്രസ്താവനയിൽ ഞങ്ങൾ ഊറ്റം കൊണ്ടവരായിരുന്നു. കാരണം നല്ല ഒരു പ്രസ്താവനയാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനം തോന്നി. It was titled Taking Christ to the Community Through Serving. ശുശ്രൂഷയിലൂടെ ക്രിസ്തുവിനെ സമൂഹത്തിലേക്ക് കൊണ്ടുവരിക, ഇതായിരുന്നു ഞങ്ങളുടെ ആപ്തവാക്യമായിട്ട് ഞങ്ങൾ എടുത്തിരുന്നത്. We preached this mission statement. ഈ ഒരു പ്രസ്താവന ഞങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അനേക പ്രസംഗങ്ങൾ നടത്തി. We taught it. ഇതിനെക്കുറിച്ച് ഞങ്ങൾ പഠിപ്പിച്ചു. We prayed on it. ഇതിനെക്കുറിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. And we took it to the community. ഇത് സമൂഹത്തിൽ ഇത് അർത്ഥം എന്താണ് എന്നുള്ളത് ബോധ്യപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങൾ സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങി. And told them that we were bringing Christ. അവരോട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ മധ്യത്തിലേക്ക് കൊണ്ടുവരികയാണെന്ന് പറഞ്ഞു. It was not until I read a book by Vincent Taylor, that great missionary. സുപ്രസിദ്ധനായ സുവിശേഷകനായിരുന്ന വിൻസെന്റ് ടൈലറിന്റെ ഒരു പുസ്തകം വായിക്കുന്നത് വരെ ഈ ഒരു ധാരണയിൽ, ഈ പ്രസ്താവനയിൽ ഞാൻ ഊറ്റം കൊണ്ടിരുന്നു. Where he said, അദ്ദേഹം ഇപ്രകാരം ആ പുസ്തകത്തിൽ പറയുന്നു, when you get into a community to do God's work, ദൈവത്തിന്റെ പ്രവർത്തനം നടത്തുവാൻ നീ ഒരു സമൂഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ we must remember നീ എല്ലായ്പ്പോഴും ഓർത്തുകൊള്ളണം, that God has been there long before us. നീ ചെല്ലുന്നതിന് വളരെ നാൾ മുൻപ് തന്നെ ദൈവം ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു എന്നുള്ള സത്യം. Doing work amongst the people. ആ ദൈവം ജനങ്ങളുടെ മധ്യേ പ്രവർത്തനം വളരെ നാളുകൾ മുൻപ് തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. We must realize that the land we are walking on നമ്മൾ നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വിശുദ്ധ സ്ഥലമാണ്. is holy, for God has been there before us. അയ്യാ, എന്തുകൊണ്ടാണ് വിശുദ്ധമായി തീർന്നത്? നീ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ദൈവം അവിടെ പ്രവേശിച്ചത് കൊണ്ടാണ്. In fact, we do not bring God or Christ to people. നമ്മൾ ദൈവത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുകയല്ല ചെയ്യേണ്ടത്. Instead, God brings us into the lives of the people. ജനങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത്. To help them see and participate in what God is doing. ദൈവത്തിന്റെ പ്രവർത്തനത്തെ കാണുവാനും അതിൽ പങ്കാളികളാകുവാനും ജനങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുവാനും പഠിപ്പിക്കുവാനും തക്കവണ്ണം ദൈവം നമ്മെ ജനങ്ങളുടെ മധ്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. He takes us to the community with him. സമൂഹത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോവുകയാണ്. We just have to remove our shoes and listen. നമ്മൾ ധരിച്ചിരിക്കുന്നതൊക്കെ മാറ്റിയതിന് ശേഷമേ നമുക്ക് നമ്മെ തന്നെ ഒരുക്കുവാൻ ഒക്കുകയുള്ളൂ. To what God is doing already. ദൈവം എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുവാൻ അപ്പോഴാണ് സാധിക്കുന്നത്. After that, I went back to my leaders in the church. അപ്പോഴാണ് സഭയിൽ എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ബോധ്യം വരുന്നത്. And told them that I've had a revelation from God. അപ്പോൾ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സഭാജനങ്ങളുടെ മധ്യേ ചെന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് വലിയ ഒരു വെളിപാട് ലഭിച്ചു എന്ന് പറഞ്ഞു. Who has told me that he was there before I came. ആ വെളിപാട് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചെല്ലുന്നതിന് മുൻപേ എൻ്റെ ദൈവം ഞാൻ ചെല്ലേണ്ട സ്ഥാനത്ത്
എത്തിക്കഴിഞ്ഞു എന്നുള്ള വെളിപാട്. Ours is to be looking for God's presence and what God is already doing. അവിടെ ദൈവം എന്താണ് ചെയ്തു തുടങ്ങിയത് എന്നുള്ളത് കാണുവാനും അവിടുത്തെ ദൈവ സാന്നിധ്യം അനുഭവിപ്പാനും മാത്രമാണ് എന്നെ കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്. We just need to look for the signs of the kingdom and capitalize on them. ദൈവരാജ്യത്തിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാകുന്നു എന്നുള്ളത് ബോധ്യപ്പെടുവാൻ തക്കവണ്ണം എന്നെ എടുത്ത് ഉപയോഗിക്കാത്രേ ചെയ്യുന്നത്. It is not easy to see the signs of the Holy Spirit. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ അടയാളങ്ങൾ ഇന്ന് കാണുവാനായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. Because the world is messed up anyway. ഈ ലോകം വളരെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിലാണല്ലോ. It is cluttered and helpless. ഇത് വളരെ നിസ്സഹായകരമായ ഛിന്നഭിന്നമായിരിക്കുന്ന ഒരവസ്ഥയിലാണ്. That when you are looking for the signs of the Spirit, you sometimes don't see it easily. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ അടയാളങ്ങൾ കാണുവാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾ നിരാശരായി മാറിയേക്കാം. But it is already there. എന്നാൽ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം എത്തിക്കഴിഞ്ഞു. Transforming lives. ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. Bringing people together. ആളുകളെ ഒന്നിപ്പിച്ച് ചേർത്തിരിക്കുന്നു. Healing them. അവരെ സൗഖ്യമാക്കുന്നു. Secondly, the Holy Spirit's healing. രണ്ടാമത് പരിശുദ്ധാത്മാവിന്റെ സൗഖ്യം എന്ന് പറയുന്നത് is holistic. അത് പൂർണ്ണമായ ഒരു സൗഖ്യമാണ് ഉദ്ദേശിക്കുന്നത്. Human beings are by nature multidimensional. നമ്മുടെ ജീവിതത്തിൽ പ്രകൃത്യാ തന്നെ വിവിധങ്ങളായുള്ള മേഖലകൾ നമുക്കുണ്ട്, ഭാവങ്ങളുണ്ട്. They are both physical. നമുക്ക് ശാരീരികമായ ഭാവമുണ്ട്. They have flesh. നമുക്ക് ജഡമുണ്ട്. But they are also spiritual. എന്നാൽ അതേ സമയത്ത് ആത്മീയ ഭാവമുണ്ട്. They have souls. നമുക്ക് ആത്മാവുണ്ട്. That connects with God and the transcendent being. അത് മൂലമാണ് ഈ ആത്മീയ ഭാവം മൂലമാണ് നമ്മൾ ദൈവവുമായുള്ള ബന്ധത്തിൽ വരുന്നതും ഉന്നതനായ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതും. At the same time, they are political. രാഷ്ട്രീയമായ ഭാവങ്ങൾ നമുക്കുണ്ട്. They live in a world that is organized by policies and rules to promote order and life. നിയമങ്ങൾക്കും ക്രമങ്ങൾക്കും വിധേയമായ ഒരു അന്തരീക്ഷം ഇതുപോലെയുള്ള രാഷ്ട്രീയ ഭാവങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് സമൂഹത്തിൽ. All these factors ഇതെല്ലാം നമ്മെ ബാധിക്കുന്ന ഒരു സംഗതിയാണ്. contribute both to the well-being of people and also for the state of sickness. ഇപ്പോൾ നമ്മുടെ ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് മുഖാന്തരമായി തീരുന്ന ഘടകങ്ങളെ കുറിച്ചാണ് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മെ രോഗഗ്രസ്തമാക്കി തീർക്കുന്ന ഘടനകൾ. So when we invite the Holy Spirit to be with us, പരിശുദ്ധാത്മാവ് നമ്മോടുകൂടി ആയിരിക്കാൻ നമ്മളെ ക്ഷണിക്കുമ്പോൾ we are calling for it to reach out to all those dimensions of life. നമ്മുടെ ജീവിതത്തിന്റെ സമഗ്രമായ സൗഖ്യം അഥവാ ഈ മേഖലകളിൽ എല്ലാം സൗഖ്യം കൊടുക്കാനാണ് പരിശുദ്ധാത്മാവിനെ നമ്മൾ വിളിക്കുന്നത്. These same people are affected and impacted by these mitigating factors that are part of the body of Christ. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ സഭയുടെ ഭാഗമായിരിക്കുന്ന നമ്മളൊക്കെയും ഈ വിവിധ മുൻപ് പരാമർശിച്ച ഈ വിവിധ മേഖലകളിലൂടെ നമ്മൾ രോഗഗ്രസ്തമായി തീർന്നിരിക്കുന്ന ഒരു അനുഭവം ഉണ്ട് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. The Holy Spirit and its healing covers all these dimensions. എന്നാൽ ഈ മേഖലകളെല്ലാം പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്ന സൗഖ്യത്താൽ പൂർണ്ണമാക്കുവാൻ നമുക്ക് സാധിക്കും. Not the spiritual only. ആത്മീയ മേഖലയിലുള്ളവർ മാത്രമല്ല, God longs that we may have life in its fullness. നമുക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. And the Holy Spirit works with God in order to bring life in its fullness. നമ്മുടെ ജീവൻ സമൃദ്ധമായ ജീവൻ ലഭിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമുക്ക് സൗഖ്യം തന്ന് നമ്മുടെ മധ്യേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. Thirdly, God through the Holy Spirit is the source of all our well-being. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സുഖസമൃദ്ധങ്ങളും അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സൗഖ്യമാക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥ തന്നെയാണ്. There are many ways that we see that are used to bring health to us. നമുക്ക് സൗഖ്യം ലഭിക്കാനായിട്ട് പല മാർഗങ്ങൾ ഇന്ന് ഈ ലോകത്തിലുണ്ട്. People use Western medicine. ഇംഗ്ലീഷ് മരുന്നുകൾ ഉപയോഗിക്കുന്നവരുണ്ട്. Some just lay hands on ചിലർ others. കൈവച്ച് സൗഖ്യം കൊടുക്കുന്നവരുണ്ട്. Whatever the method, as long as it brings about good health. ഇതിൽ ഏതു മാർഗമായാലും നമുക്ക് ശരിയായ സൗഖ്യം ലഭിക്കുകയാണെങ്കിൽ അത് ദൈവത്തിന്റെ ഒരു മാർഗം തന്നെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. Without committing sin
or hating another life. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ നമ്മളെ പാപമംഗലമായ അവസ്ഥയിലേക്ക് നയിക്കുന്നതാണോ എന്ന് നമ്മൾ നോക്കണം. മറ്റുള്ളവരെ വിദ്വേഷിപ്പാൻ ഇടയാക്കുന്നതാണോ എന്നുള്ളതും നമ്മൾ ചോദന ചെയ്യേണ്ടതായിട്ടുണ്ട്. That healing must be coming from God. സൗഖ്യമെന്ന് പറയുന്നത് ദൈവത്തിങ്കിൽ നിന്ന് വരുന്നതത്രേ. Because biblically it is God who is the source of healing. എന്തുകൊണ്ടെന്നാൽ വേദപുസ്തക അടിസ്ഥാനത്തിൽ നമുക്ക് കാണാം ദൈവമാണ് സൗഖ്യത്തിന്റെ ഉറവിടമെന്ന് പറയുന്നത്. So that the prophet Jeremiah was heard saying, അതുകൊണ്ടാണ് യെരമ്യാ പ്രവാചകൻ ഇപ്രകാരം പറയുന്നത്, Heal me, O Lord, and I shall be healed. നിന്റെ സൗഖ്യം അയച്ച് എന്നെ സൗഖ്യമാക്കണമേ. Save me, and I shall be saved. നിന്റെ രക്ഷ അയച്ച് എന്നെ രക്ഷിക്കണമേ. The other point is the point of religiosity. ഞാൻ മുൻപേ പ്രസ്താവിച്ചതുപോലെ മതാത്മകത എന്ന് പറയുന്നതും ഇതിന്റെ മധ്യേ മറ്റൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. Versus spirituality. ഈ മതാത്മകതയും ആത്മീയതയും തമ്മിൽ എപ്പോഴും ഒരു സംഘടന നടക്കുന്നുണ്ട്. One of the biggest challenges faced by Christians these days നമ്മുടെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ തന്നെ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയും ഇത് തന്നെയാണ്. is our tendency to be too religious. നമ്മൾ അതീവ മതബോധമുള്ളവരായി തീരുന്നു എന്നുള്ളത് അപകടകരമായ ഒരു അവസ്ഥയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. We concentrate on those things that will make us feel that we are getting closer to God through our own attempts. നമ്മുടേതായ ചില മാർഗങ്ങളിലൂടെ ദൈവത്തെ കൈവശമാക്കുവാനും ദൈവത്തിങ്കിലേക്ക് കൂടുതൽ അടുക്കുവാനും നമ്മൾ ഉപയോഗിക്കുന്ന ചില മാർഗങ്ങളുണ്ടല്ലോ, അത് മതാത്മകതയുടെ ഭാഗമാകാം. As we do this, we limit our view of God to our own narrow understanding. നമ്മുടെ സങ്കുചിതമായ മനോഭാവങ്ങളിലും മനസ്സിലാക്കലുകളിലും ദൈവത്തെ നമ്മൾ ഒതുക്കുകയാണെന്ന് വരികിൽ അതും മതാത്മകതയുടെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. Of understanding of who God is and how God would like to relate to us. ദൈവം ആരാണെന്നും ദൈവം എങ്ങനെയാണ് നമ്മളുമായി ബന്ധപ്പെടേണ്ടത് എന്നുള്ളതും വേണ്ട രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. As we fix this idea of God and rituals of relating to God, we close possibilities of God relieving God's self to us. നമ്മൾ നമ്മുടേതായ രീതിയിൽ സങ്കുചിതമായ മനോഭാവത്തിൽ ദൈവത്തെ കാണുകയും നമ്മുടെ രീതിയിൽ ദൈവവുമായി ബന്ധപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മളിൽ പ്രവർത്തിപ്പാനുള്ള അവസരങ്ങൾ നമ്മൾ നിഷേധിക്കുകയാണ്, അവൻ്റെ അനുഗ്രഹങ്ങളെയും നമ്മൾ നിഷേധിക്കുകയാണ്. Because God always has new ways of revealing God's self to us. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന് എപ്പോഴും നമ്മളുമായിട്ട് ബന്ധപ്പെടുവാനും തന്നെ തന്നെ വെളിപ്പെടുത്തുവാനും തൻ്റെതായുള്ള പുതിയ പുതിയ മാർഗങ്ങളുണ്ട്. And God has to be free to approach and surprise us through God's Spirit. ദൈവം സ്വതന്ത്രനാണ്, നമ്മെ സമീപിക്കുന്നതും നമുക്ക് ദൈവത്തെ സ്വാതന്ത്ര്യത്തോടുകൂടി സമീപിപ്പാനുമുള്ള ഒരു മനോഭാവവും അവസ്ഥയുമാണ് നമുക്കുണ്ടാകേണ്ടത്. Religiosity limits our understanding of God. Spirituality opens it up continuously. നമ്മുടെ മതാത്മകത എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവിനെ സങ്കുചിതമാക്കി മാറ്റുകയാണ്. അത് ആത്മീയതയ്ക്ക് വിപരീതമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. Allowing the God of miracles to work in us and through us. അതും അങ്ങനെ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ദൈവം തമ്പുരാന് നമ്മളിൽ അത്ഭുതം പ്രവർത്തിക്കാനുള്ള അവസരങ്ങളെയും നമ്മൾ പലപ്പോഴും നിഷേധിക്കും. എന്നാൽ ദൈവത്തിന് പ്രവർത്തിപ്പാനുള്ള അവസരങ്ങളെ നമ്മൾ തുറന്നു കൊടുക്കേണ്ടതാണ്. Making himself known to us so that we may make him known to the world. ദൈവം തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തുന്നത് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് ഈ ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാനായി സാധിക്കും. The other temptation is that we end up controlling our view of God. അല്ല എന്ന് വരികിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള മനസ്സിലാക്കുകൾക്കുള്ളിൽ ദൈവത്തെ ഒതുക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കും. And then end up protecting the narrow view of God and true picture of God. നമ്മുടെ സങ്കുചിതമായ മനോഭാവത്തിൽ ദൈവത്തെ നമ്മൾ സംരക്ഷിപ്പാനായിട്ട് ശ്രമിക്കും. So that anyone presenting a different picture of God is labeled a heretic or needs to be stopped. ഇതിന് വിപരീതമായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ അവരെ വിപരീത ഉപദേശക്കാരെന്ന് പറഞ്ഞ് അവരെ പീഡിപ്പിക്കുവാനായിട്ട് ശ്രമിക്കും. The church has taught us that such attitude leads to oppression. അങ്ങനെയുള്ള ഈ മനോഭാവങ്ങളൊക്കെയും എപ്പോഴും അടിമത്തത്തിലേക്ക് നമ്മെ നയിക്കും എന്നുള്ള വസ്തുത ചരിത്രത്തിലൂടെയും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. And ultimately persecution of those with dissenting views of God.
അത് ദൈവത്തിൻ്റെ ഈ പ്രവർത്തനത്തെ നിഷേധിക്കുന്ന അനുഭവങ്ങളൊന്നും മാത്രമല്ല, അത് ദൈവനിഷേധകമായ ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും, പീഡനത്തിന്റെ ഒരു അനുഭവത്തിലേക്ക്. May it be that the Spirit of God can reveal oneself to us. ദൈവം തന്റെ ആത്മാവിൽ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരട്ടെ. So that we know God better and allow others to enrich our own knowledge of God. അപ്പോഴാണ് ദൈവത്തെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനും അത് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാനും അവർ ദൈവത്തെങ്കിലേക്ക് തിരിയുവാനും ഇടയായി തീരുന്നത്. Come, Holy Spirit, come. പരിശുദ്ധാത്മാവേ വരിക വരിക എന്ന് പ്രാർത്ഥിച്ചപ്പോൾ Heal your church. നിന്റെ സഭയെ നീ സൗഖ്യമാക്കണമേ. Heal society. നമ്മുടെ സമൂഹത്തെ സൗഖ്യമാക്കണമേ. Heal us. ഞങ്ങളെ സൗഖ്യമാക്കണമേ. Heal our children. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സൗഖ്യമാക്കണമേ. Heal our homes. ഞങ്ങളുടെ കുടുംബങ്ങളെ സൗഖ്യമാക്കണമേ. Heal our community. ഞങ്ങളുടെ സമൂഹത്തെ സൗഖ്യമാക്കണമേ. Heal our leaders. ഞങ്ങളുടെ നേതാക്കന്മാരെ സൗഖ്യപ്പെടുത്തണമേ. Heal our minds. ഞങ്ങളുടെ ഹൃദയങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. Heal our soldiers. ഞങ്ങളുടെ പട്ടാളക്കാരെ സൗഖ്യപ്പെടുത്തണമേ. Heal our economy. ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളെ സൗഖ്യപ്പെടുത്തണമേ. Heal our politics. ഞങ്ങളുടെ രാഷ്ട്രീയ മേഖലകളെ സൗഖ്യപ്പെടുത്തണമേ. Heal our women. ഞങ്ങളുടെ സ്ത്രീകളെ സൗഖ്യപ്പെടുത്തണമേ. Heal our children. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. Come, Holy Spirit. പരിശുദ്ധാത്മാവേ നീ വരിക വരിക. Come, Holy Spirit. പരിശുദ്ധാത്മാവേ വരിക വരിക. Come, Holy Spirit. പരിശുദ്ധാത്മാവേ വരിക. In the name of the Father, പിതാവിന്റെയും and of the Son, പുത്രന്റെയും and of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെയും Amen. തിരുനാമത്തിൽ തന്നെ. Let us pray. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. Come, Holy Spirit, come. പരിശുദ്ധാത്മാവേ വരിക വരിക. Heal your church. നിന്റെ സഭയെ നീ സൗഖ്യപ്പെടുത്തണമേ. For through this church, ഈ സഭയിലൂടെ the world shall be healed, ലോകം മുഴുവനെയും സൗഖ്യപ്പെടുമാറാകണം. and it shall be saved. അതിനെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരണം. In your name. യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ. സമർപ്പണത്തിൻ സമയമിതാ, ആനന്ദത്തിൻ